Hi friends, welcome back to my YouTube channel. I'm Aisha and this is You and Me. If you like my videos, please subscribe and support me. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ നാളായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ ചില കാരണത്താൽ ഡിലേ ആയി പോയതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഡെസ്മേക്കോന്റെ വീഡിയോ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വീഡിയോയ്ക്ക്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ടേബിളിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം കിടന്നിടത്തല്ല ഇപ്പം ടേബിൾ ഇട്ടിരിക്കുന്നത്. വിൻഡോയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ ടേബിൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു വൈറ്റ് കളർ കർട്ടൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ലീഫ് ലൈറ്റും കൊടുത്തു. പിന്നെ നമ്മുടെ വാളിലും ഡെസ്കിലും നമ്മൾ വൈറ്റ് കളർ വാൾപേപ്പർ കൊടുത്തു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ പോസ്റ്റേഴ്സ് ഇല്ലേ, ഇത് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് മേക്ക് ചെയ്ത പോസ്റ്റേഴ്സ് ആണ്. ഇതിൻ്റെ വീഡിയോയും നമ്മൾ ചാനൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിളാണ്. നമ്മൾ ഒരേ ഷേപ്പിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര പോസ്റ്റേഴ്സ് ആണോ വേണ്ട അത്രയും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പെയിൻറ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ ഇതിന് റെഫറൻസ് എടുത്തിട്ടാണ് പെയിൻറ് ചെയ്തത്. ആമസോണിൽ നിന്നും അതുപോലെ തന്നെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടാണ് ഞാനിത് പെയിൻറ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണിത്. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ തന്നെ മേക്ക് ചെയ്തതാണ്. അതല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. പിന്നെ ഇത് നമ്മുടെ വാൾ ഗ്രിഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഇതിൻ്റെ വീഡിയോയും നമ്മൾ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫെയറി ലൈറ്റ് ഇല്ലേ, അത് ഞാൻ നമ്മുടെ ഈ വാൾ ഗ്രിഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റേഴ്സില്ലേ, ഇത് നമുക്ക് വാൾ ഗ്രിഡിൽ വെക്കാനായിട്ടുള്ളതാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലിപ്സും ഇതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്ര ഡിലേ ആയിപ്പോയത് നമ്മുടെ വാൾപേപ്പറിൽ വാങ്ങിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ടാണ്. ആദ്യം ഞാനൊരു വാൾപേപ്പർ വാങ്ങിച്ചു. വൈറ്റ് കളർ തന്നെയാണ് വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ സൈസ് ചെറുതായിരുന്നു. ഞാൻ സൈസ് നോക്കാതെയാണ് ഓർഡർ ചെയ്തത്. വന്നപ്പോഴത്തേക്കും എൻ്റെ ടേബിളിന് പോലും അത് ഒട്ടിക്കാൻ തികയുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതൊരെണ്ണം ഓർഡർ ചെയ്തു. അത് അത്യാവശ്യം വലുതാണ് ഓർഡർ ചെയ്തത്. അത് വന്നപ്പോഴത്തേക്കും ഞാൻ ടേബിള് നമ്മുടെ ഈ വിൻഡോയുടെ സൈഡിൽ വെക്കാൻ നല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എൻ്റെ റൂമിൽ തന്നെ വേറൊരു സൈഡിൽ വെക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെയാണ് നമ്മൾ ഈ വിൻഡോയുടെ സൈഡിലേക്ക് മാറ്റിയത്. അപ്പോൾ വിൻഡോയുടെ സൈഡിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് നമ്മുടെ വാൾപേപ്പർ തികയാതെ വന്നു. ഒരു റോളും കൂടെ വേണമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത റോൾ ഓർഡർ ചെയ്തു. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ലേറ്റ് ആയത്. പിന്നെ ഈ പിൻ ബോർഡിൻ്റെ മേക്കിംഗ് വീഡിയോയും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ കയറി ചെക്കൗട്ട് ചെയ്താൽ മതിയേ. ഞാൻ അത്യാവശ്യം എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ ടേബിൾ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് വൈറ്റ് കളറിൽ വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ചെയ്തത്. ഇതൊരുപാട് വലിയൊരു ഡെസ്ക് മേക്ക് ഓവർ ഒന്നും അല്ല, ഒരു നോർമൽ മേക്ക് ഓവറാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറ, എസ്തെറ്റിക് ആയോ ഇല്ലയോ എന്ന്. എസ്തെറ്റിക് ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എസ്തെറ്റിക് എന്ന്. ഇതെന്താ എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നാണ് ഇവള് നോക്കുന്നത്. ഇവള് സുന്ദരിയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബോസ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ബോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് സപ്പോർട്ട് കുറവാണ് കേട്ടോ, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാവേ. ഈ ടേബിൾ ലാമ്പിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കൂടെ ഇതിനകത്തൊരു വൈറ്റ് കളർ പെൻ കിട്ടും.
ഈ പെൻ വെച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്കത് റബ്ബ് ചെയ്യാനും ചെയ്യാം. ഇത് പ്ലഗിങ് ചെയ്താലേ ഇതിൻ്റെ ലൈറ്റ് ഓൺ ആകത്തുള്ളൂ. പിന്നെ ഇതൊരു ക്ലോക്കാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാ സ്റ്റഡി ടേബിളിലും വേണ്ട ഒരു സാധനം തന്നെയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഇതിൻ്റെ അലാം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കേൾക്കാവേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് നമ്മൾ ഒത്തിരി പാടുപെടുത്തിയ നമ്മുടെ സ്റ്റെം ബോട്ട്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ ഈ സ്റ്റെം ബോട്ടിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കൊരു പണി കിട്ടിയായിരുന്നു, അതും എന്താണെന്നൊക്കെ നമ്മൾ സ്റ്റെം ബോട്ടിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ചാനൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടവർ അത് കയറി കണ്ടു നോക്കുക. പിന്നെ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. ഈ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ പെയിൻറ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പുറത്ത് പെയിൻറ് ചെയ്യുന്നതിലും എത്രയോ ബെറ്ററാണ് നമ്മൾ ഇത് കണക്ക് അകത്ത് പെയിൻറ് ഒഴിച്ചു കൊടുത്ത് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പുറത്ത് പെയിൻറ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൽ സ്ക്രാച്ച് ഒക്കെ വീണ് അതങ്ങ് പോകും. അകത്ത് പെയിൻറ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് അതിൻ്റെ. പിന്നെ ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു പെൻ ഹോൾഡറും അതുപോലെ തന്നെ കാണിച്ച ആ മിററും ഇല്ലേ, അതിൻ്റെ രണ്ടിൻ്റെയും മേക്കിംഗ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കണേ. പിന്നെ ഈ ഒരു ഡസ്റ്റ്ബിൻ ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരെണ്ണമാണ്. പഴയതാണ്, നിങ്ങൾക്ക് ഇതിനു മുമ്പും കണ്ട് പരിചയം ഉണ്ടായിരിക്കും. ഈ ഒരു ലൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുപോയപ്പോൾ വാങ്ങിച്ചതാണ്. നിങ്ങൾ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ പരിചയമുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം ഡേ ലുക്കാണ്. ഇനി നമുക്കൊരു നൈറ്റ് ലുക്ക് കാണാവേ. അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് ലുക്സ്. നിങ്ങൾക്ക് ഡേ ലുക്കാണോ നൈറ്റ് ലുക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബൈ.